9ാമത്തെ വയസ്സിൽ വളർച്ച മുരടിപ്പ് രോഗം ബാധിക്കുന്നു. ലോകത്തെ എല്ലാ ഡോക്ടർമാരും ചികിത്സിക്കുന്നു. ഈ കുഞ്ഞ് 1 ഇഞ്ച് പോലും വളരില്ല എന്ന് പറയുന്നു. പക്ഷെ അവന്റെ മാതാപിതാക്കള് അവനെ സ്വന്തം കുട്ടി ഗ്രൗണ്ടിൽ കുഴഞ്ഞു വീഴുന്നു, അവന് ഇനി ശാരീരിക വളർച്ചയില്ല എന്ന് ഡോക്ടർമാർ തീരുമാനിക്കുന്നു. ലോകത്തെ എല്ലാ ഡോക്ടർമാരും ഒരേ സ്വരത്തിൽ പറയുന്നു, നിങ്ങൾ ഇവർക്ക് പുറത്തേക്ക് വിടരുത്, സ്കൂളിൽ വിടരുത്, വലിയ ബുദ്ധിമുട്ടാണ്. എല്ലുകൾ വളരുന്നില്ല. ഹോർമോൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയുന്ന വളർച്ച മുരടിപ്പ് രോഗം ബാധിച്ച് 9ാമത്തെ വയസ്സിൽ സ്വന്തം ജീവിതം കൈവിട്ടു പോകും എന്ന നിലയിൽ നിന്നും അവരുടെ 30ാമത്തെ വയസ്സിൽ അതേ ബാലൻ നമ്മുടെ മുന്നിലുണ്ട്. അവന്റെ രോഗം അവൻ മാറ്റിയത് ഒരു മരുന്നും മന്ത്രവും കൊണ്ടല്ല. അവന്റെ രോഗം മാറ്റിയ ഔഷധം എന്ന് പറയുന്നത്, അവന്റെ സഞ്ജീവനി എന്ന് പറയുന്നത് ഫുട്ബോളായിരുന്നു. അവൻ കളിച്ചു. ഡോക്ടർമാര് പറഞ്ഞു ഇവനെ കളിക്കാൻ വിടുന്ന ഗ്രൗണ്ടിൽ വിട്ടാൽ ഇവനാകെ തകരാറുണ്ടാവും, കുഴപ്പമാകും. പക്ഷെ അവനെ കളിക്കാൻ വിട്ട ആ മാതാപിതാക്കൾ ലോകത്തെ ഏറ്റവും നല്ല മാതാപിതാക്കൾ എന്ന് പറയും. അവന്റെ പരിമിതികളെ അതെ നമ്മൾ മുള്ളുകൊണ്ടെടുക്കുക എന്ന് പറയുന്നത് പോലെ പരിമിതികൾ കൊണ്ട് അതിജീവിച്ച് 30ാമത്തെ വയസ്സിൽ 5 തവണ ലോകത്തെ ഏറ്റവും മികച്ച പുരസ്കാരം വാങ്ങി നമ്മുടെ മുന്നിൽ ഈ ലോകത്തെ തന്നെ ഒരു പന്ത് പോലെ ചെറുതാക്കി അതിന്റെ പുറത്ത് കാണിച്ചു നിൽക്കുമ്പോ അവൻ നമ്മൾ എന്തു വിളിക്കും? എനിക്ക് നീ ഒരു വാക്ക് തരണം. നീ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയണ്ട. എന്നാ നീ മരിക്കുമ്പോ അതിപ്രബലനായ സമ്പന്നനായ ഒരാളായി മരിക്കണം. അവള് ലക്ഷ്യം മാത്രം പറഞ്ഞുകൊടുത്തു. എന്നാൽ അതിലേക്കുള്ള വഴി അവൻ തന്നെ കണ്ടുപിടിക്കേണ്ടി വന്നു. ഉറച്ച ലക്ഷ്യങ്ങളുമായി അവൻ ബോംബെയുടെ മണ്ണിൽ കാലുകുത്തി. അവന്റെ പാദങ്ങളുടെ വലിപ്പം ചെറുതായിരുന്നെങ്കിലും പാദമുദ്രകളുടെ വലിപ്പം വളരെ വലുതായിരുന്നു. അമ്മ, ഈ ലോകത്തിലുള്ള എല്ലാ സ്വർണവും ഞാൻ അമ്മയ്ക്ക് കൊണ്ടുതരും. കഷ്ടപ്പെട്ട് ഇതിഹാസം സൃഷ്ടിക്കാനാകില്ല. അതിനൊരു തീപ്പൊരി വേണം.